ട്രാൻസ്പോർട്ടിനും വിവിധ സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് ബസ് ഓണേഴ്സിനൊക്കെ ഞങ്ങൾ പേപ്പർ കൊടുത്തതാണ്. അപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളും അക്രമ പാർട്ടികളും ഒക്കെ നടത്തുന്ന ഹർത്താലാണെങ്കിൽ അവർ ബസ് ഇറക്കാറില്ല. ഒരു കോൺവോയ് സർവീസൊക്കെയാണ് അങ്ങനെ നടത്തുന്നത്. ഇത് അവർ ഈ പട്ടികജാതി സംഘടനകളായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഒരു ഹിഡൻ അജണ്ട പോലെ അവർ വെച്ചുകൊണ്ട് ബസ് ഇറക്കി സമരത്തെ പരാജയപ്പെടുത്താനാണ് ഒരു ബസ് ഇറക്കിയത്. അപ്പോൾ ബസ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമരക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ തടയും. അത് എത്ര സമയം വരെ എന്നുള്ള ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന സമയം വരെ ഞങ്ങൾ നിൽക്കും. ഇന്ന് രാവിലെ വൈകിട്ട് 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താലാണ്. ഈ ഹർത്താൽ വിജയിപ്പിക്കുക. ഹർത്താൽ എന്താണ് ഹർത്താൽ? എന്തിനാണ് ഹർത്താൽ? അവിടെ അഞ്ചരക്കണ്ടി കോളേജിൽ പഠിച്ച പാവപ്പെട്ട കുട്ടിക്ക് നീതി കിട്ടിയില്ല, ആ കുടുംബത്തിന് നീതി കിട്ടിയില്ല. ആ കുട്ടിക്ക് വരെ 10,000-കണക്കിന് നിതിൻ രാജുമാർ ഇവിടുത്തെ ഓരോ സർവകലാശാലയിലും പഠിക്കുകയാണ്. 10,000-കണക്കിന് ഒരു നിതിൻ രാജു മാത്രമല്ല. ഇതിലൂടെ ഓരോ പ്രൈവറ്റ് കോളേജും ഓരോ എയ്ഡഡ് മേഖലയിലുള്ള ഓരോ യൂണിവേഴ്സിറ്റികളും അവിടെ എല്ലാം ഇത് അവർ മനസ്സിലാക്കണം. അപ്പോൾ ഞങ്ങൾ സംഘടിച്ചു വരും, ഞങ്ങൾ ശക്തരാവും, ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്നുള്ള ചിന്ത ഇനി ഓരോ കോളേജിനും ഉണ്ടാവണം. ഈ KPMS എല്ലാ വിഭാഗവും പൂർണ്ണമായൊരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിപ്പോ ഏത് വിഭാഗമാണ്? ഈ ഞങ്ങളിപ്പോ KPMS മാത്രമല്ല വിവിധ പട്ടികജാതി സംഘടനകളിലുണ്ട്. ഇതിപ്പോ ആള് കുറഞ്ഞു എന്നുള്ളതേ ഞങ്ങൾ കൂടുതൽ അറിയിക്കാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് മൈക്ക് അനൗൺസ്മെന്റ് പോലീസ് അനുവദിച്ചില്ല. പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാൾ നയിക്കുന്ന KPMSന്റെ ഒരു വിഭാഗം, അയാൾ മാത്രമാണ് ഇല്ല പക്ഷെ അയാൾ ആഹ്വാനം ചെയ്ത് ഈ സമരം പൊളിക്കുക എന്നുള്ളതാണ് പുന്നല ശ്രീകുമാറിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അയാളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാത്രം ഈ സമരത്തിന് വിട്ടു നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ കണ്ടപ്പോളേ ആ ബസ്സില് ഈ ആശുപത്രിയിൽ പോകാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ എല്ലാ കാലം ഇപ്പൊ ഞങ്ങൾ കുറച്ച് വണ്ടി ഇതുപോലെ വിട്ടു. ഇടവേളകളിൽ ഈ വണ്ടി ഡ്രൈവർമാർക്ക് കണ്ടക്ടർക്കോ ധാർഷ്ട്യമുണ്ട്. അവർക്ക് എന്തോ ധാർഷ്ട്യമുണ്ട്. ഉറപ്പായിട്ടും പറയും. അവർക്ക് ധാർഷ്ട്യമുള്ളതുകൊണ്ട് ആശുപത്രിയിൽ പോകാനിരിക്കുന്ന ആളുകളൊക്കെ ആ വാഹനത്തിൽ ഒരു ചേച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വേറെ വണ്ടി പോകാൻ പറഞ്ഞു. ഞങ്ങൾ അവരെ പറഞ്ഞു, അവരെ ഇറക്കി വിട്ടിട്ട് അവര് വേറെ വണ്ടി പോയില്ല. ആ പോലീസിന് വണ്ടി സാധാരണ കൊണ്ടുപോകല്ലോ, ഹർത്താലൊക്കെ ഒന്ന് കൊണ്ടുപോകല്ലോ. ആ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. സമരത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ സമരത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്തോളം സമ്മതിക്കില്ല. ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. സമരം വിജയിപ്പിക്കുക. ഈ പ്രതിഷേധമാണ്. ഈ കുടുംബത്തിന് നീതി കിട്ടിയില്ല. ഈ കണ്ണൂർ SP ഈ കേസിൽ കളിച്ചു. കണ്ണൂർ SP ശരിയായ രീതിയിൽ FIR ഇട്ടില്ല. ഇവിടെ നിന്ന് ഉത്തർപ്രദേശിൽ ഓടിപ്പോയി നോയിഡയിൽ ചെന്ന് 3 പേരെ കൊണ്ടുവന്നു. അവരെ പ്രതിയാക്കാൻ ശ്രമിച്ചതാണ്. യഥാർത്ഥ പ്രതി ഇവിടെ ഉണ്ട്. ഈ പ്രതികൾക്ക് വേണ്ടി പട്ടികജാതി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോടതിയിൽ കൊണ്ടുപോയി. ആന്ധ്രയിൽ പോയി അന്വേഷിച്ചു. ഇത് വ്യാജ സർട്ടിഫിക്കറ്റാണ്. ഇയാൾ OBC ആണ്. ഇത് SC/ST അട്രോസിറ്റി കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്. ഈ വ്യാജ സർട്ടിഫിക്കറ്റിനെ ആന്ധ്രയിൽ പോയി അന്വേഷിച്ചു. ആന്ധ്രയിൽ ഗവൺമെന്റ് അന്വേഷിച്ചു, അല്ലാതെ ഏജൻസി അന്വേഷിച്ചു, കോടതി അന്വേഷിച്ചു. അപ്പോൾ OBC ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റും കണ്ണൂർ SPയും അയാൾക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രപ്പാടും കാണിച്ചു. അപ്പോൾ ഈ ഭരണകൂടത്തിന്റെ നിയമവാഴ്ചയിൽ ഒരുപാട് വ്യതിയാനം വന്നു. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഈ ഹർത്താലിന് ലഭിച്ചില്ല എന്നുള്ളതിലൊരു നിരാശയുണ്ടോ? കാരണം പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഞങ്ങളുടെ വോട്ടവകാശം മാത്രമേ ഉള്ളൂ. പട്ടികജാതിക്കാരന്റെ ഒരു കാര്യത്തിനും അവരില്ല. ഇവിടുത്തെ പട്ടികജാതിക്കാരൻ ഇവിടുത്തെ ബന്ധം കേട്ടുകൊണ്ടിരിക്കുന്നത് തമ്പാനൂരിൽ നിന്നുള്ളതാണ്. അമൽ തേനംപ്രമിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തൊട്ടടുത്ത വിൻഡോയിൽ നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു. ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത ഒരു അമ്മയെ പോലീസ് ഇടപെട്ട പോലീസ് ജീപ്പിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതും കണ്ടിരുന്നു. വ്യാപകമായി തമ്പാനൂരിൽ കടകൾ അടപ്പിച്ചിരുന്നു.